നമസ്കാരം. ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. ഇന്ന് അധ്യാത്മരാമായണം പാരായണം 27-ാം ദിവസം. യുദ്ധകാണ്ഡത്തിലെ അതികായ വധം മുതൽ ദിവ്യൌഷധ ഫലം വരെ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവ്യക്തമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. യുദ്ധകാണ്ഡം അതികായ വധം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറ് കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു. പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലാതനം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സും. ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഖുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിന് ഒരുമ്പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ, ദുഃഖിപ്പതിന് എന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുക. ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചെന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളം ഉള്ള പെരുമ്പടയുണ്ടതും കൊണ്ട് പോയിക്കൊള്ളിലെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻവരും. പോർക്ക് പുറപ്പെട്ടു ചെന്നതു കണ്ട ഊക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടത വന്തകൻ വീട്ടിലാക്കിടിനാൾ സത്വരൻ. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈകൊണ്ടു ചൊല്ലുന്ന വീരലോടേറ്റു നിശാചര കൊല്ലുന്നിതാശു കവിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ വാരണവാജി രഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായൊടിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പല തന്തികെ നൃത്തമാടിത്തുടങ്ങിയവലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൻ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു. പാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാനങ്കദൻ. ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാൽ അത് നേരം. മാരുതി കൊന്നതോ ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കുന്നിടിനാൻ. കൊന്നുപുരുതാൻ മഹാപാർശ്വനന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും ഉന്മത്തനും മരിച്ച കവിസത്തവന്മാരോട് തതിസത്വരം. വിശ്വേക വീരൻ അധികായകൻ അന്നേരം അശ്വങ്ങളായിരം കൂട്ടിയ ദേരത്തിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചും വില്ലും ധരിച്ച് അസ്ത്രജ്ഞാന അത്യർത്ഥ മുക്തചിത്തനായി യുദ്ധത്തിനായി ചെറുഞ്ഞാണൊലിയുമിട്ടു. അത്തങ്കര ശ്രേഷ്ഠപുത്രൻ അടുത്തപ്പോൾ നിൽക്കരുതാന് ഭയപ്പെട്ടു വാനരരൊക്കെ വാൻ കുങ്ങിച്ചു മണ്ടിത്തുടങ്ങിന. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനും നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യമുഖങ്ങളായി വീണുപോവും. ചിന്ത മുഴുത്തേതും ആവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ട് വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതുകൊണ്ടിവൻ ഏൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി കൊന്നുപാലിക്കും രഥത്രയൻ രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജ പൂർവജൻ തൻപത മുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു
പുഷ്കര സംഭവമാണം പ്രയോഗിച്ചു. തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമോ പതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം. രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടിന രാമയം പൂണ്ടു. ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ ആ വിധിയെന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലതു ശങ്കര ദൈവമേ. യുദ്ധം വിലാപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിതാ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും ഭക്തരും തീർത്തിങ്ങരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനേയം ഉണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വന്ദനാം പുത്രനു കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭിതു. സംഭാരജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമം ആരംഭിച്ചതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്വിതം. ഭക്തി കൊണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപ പുത്രനും എത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനു പ്രസാദത്താൽ അധികൃതം. ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ വിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായ ആശ്വരൻ. പോർക്കളം മുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ. മേഘജാലം പരീക്ഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകിത്തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. പാരണവാജി പദാതിരഥികളും അന്തകണ്ഠൻ പുരിയിൽ ചെന്നു പുക്കവർ കമ്പം വരുന്നതു കണ്ടൊരു രാവണി. സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രകരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മർക്കടന്മാരുടെ നെയ്യിൽ വൻ 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതര കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു. പുനരൊമ്പത് മൈന്ദകനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതവണ്ണമേറ്റു. ഗന്ധമാദനൻ മെയ്യിലും 29 ഏറ്റിതു. നീരനും 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും. 6 പനസനും 7 വിനത്തനും 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും. കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മുരട്ടും പ്രമാദിക്കുമേറ്റിതു. 10 പുനർ25 ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദധിമുഖൻ നെയ്യിലും 42 ഗവാക്ഷനുമേറ്റതു. 3 ഗവനും 5 ശരഭനും 3 1/4 സുമുഖനും. ദുർമുഖനേറ്റ് 24 അമ്പു. സമ്മാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 50 അഗ്നിവദനും. അങ്കതന്മേൽ 75 കൊണ്ടിതു. തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കവികുല നായകന്മാർ 67 കോടിയും വീണതു ഭൂതലെ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനേനും വീണോരനന്തരം. ആവതില്ലേതു നിതിഞ്ഞു നമുക്കൊന്നു ദേവദേവന്മാരും അന്യോന്യം അന്നേരം. വ്യാകുലം കൊണ്ട് പറഞ്ഞു നിൽക്കേരുഷാ രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യ പ്രതഹരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാദീശ ജയത്തിനായി. ശോകവിഷണ്ണനായി നിശ്ചലമായതു ലോകവും കൗണപാദീശ ജയത്തിനാൽ. ആഖണ്ഡലാരിയും ശംഖനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കുരുങ്ങിയിടിനാൻ. ലേഖസമൂഹവും ഔഷധാഹരണ യാത്ര.
കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മേലിൽ ആവത്തു ഞാനെന്നോർത്തു. പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നി കിടക്കുന്നത് പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു. നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്തവനെന്തതാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതെ വരുതിലാരെന്ന് നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാതോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു. കണ്ണു വിളിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചു താതരാൽ, നിങ്ങളുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായതെങ്കിൽ നീയെന്നറിഞ്ഞിതോ? കണ്ണു വിളിച്ചുകൂടാ രുദ്രം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിനെ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ? സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചു ദാശരാധീശ്വരൻ തന്നോട്. ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമിനിയിടോ? ചോദിച്ചു ദാശു വിഭീഷണൻ എന്തടോ? പാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാംഗദാദികൾ അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചിതെന്തു സമീരണപുത്രനെ മോദിച്ചിതെന്തവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്കനീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല, മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചു തന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിലാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റ് മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീയെ. പോക വേണം നീ ഹിമവാനെയും കിടന്നാകുലമേറ്റു കൈലാസ ശൈലത്തോളം. കൈലാസ സന്നിധിങ്കൽ വൃഷഭാദ്യമേലുണ്ട് ദിവ്യൌഷധങ്ങൾ അറിക നീ. 4 ദിവ്യൌഷധങ്ങൾ ഇവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരുണി എന്നൊന്നടോ, പിമ്പു സന്ധാനകരുണി 3-മതും നല്ല സുവർണകരുണി 4-മതും. അതും ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2-നും മധ്യമരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4-നും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. പാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു. മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം ഗിരിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാതൊഴുതു മഹേന്ദ്രൻ ഏറിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ. പാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും മണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ വിഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചര അധീശനോടാരും അറിയാതെ ചെന്ന് ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധികൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായ മുഹൂർത്തം ഇരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സംത്രസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങിഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനായ രാവണനക്കാലമേനി തന്നോട് ചൊല്ലി ഞാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശ് വീണിടിനാൻ കൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജന്മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. എണ്ണിപ്പറയും അടിപ്പിച്ചതാത്മജൻ ഇന്ന് ജീവിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ.
ചെന്ന് വിഘ്നം വരുത്തണം. അതിന് നീ നിന്നോട് ഉപായവും ചൊല്ലാതെ തിന്നിടോ. താപസനായി ചെന്നു മന്ദബുദ്ധിയേക്കോ പാവ വിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം പല കണക്കിനും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര, സാമമാണെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ച് മരിപ്പതിന് ഇക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖം ഒഴിഞ്ഞ് എന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെ ഒരു ഫലമെന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കണ്ടിടോ. ഇതേരാമന് കൊണ്ട് കൊടുത്തു നീ സോദരനായി കൊണ്ട് രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും കൊണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്സി ഉദ്ധായ ശുദ്ധതോടെ കുളിച്ച് അത്യന്ത ഭക്തിയോട് അർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രം ഏകാന്ത സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവ വിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടുകൊണ്ട് ആത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതുല്യം മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേവി സർവത്രയും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം. മോഹിതശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടോ. തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവുമാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം പിടിച്ചുകൊള്ളുന്നു. ശുദ്ധാത്മാവൻ ഏകൻ അവളോട് യുക്തനായി വന്ന് പുറത്തു കാണുന്നതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിത് അന്വഹം മായാഗുണ വിമോഹത്തിനാൽ. ബോധസ്വരൂപിയായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിത് ആത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തഥാ. ദുഷ്ടാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി അഭ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരുമാനന്ദമേതും വികല്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സുബുദ്ധ്യാ നിരന്തരം പത്മകർണികാമധ്യേ സുവർണ പീഡോൽപലെ രത്നഗണാഞ്ചിതേ നിർമ്മലെ ശ്ലക്ഷ്മേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരൻ. വീരാസനസ്ഥം വിശാല വിലോചനം ഐരാവതീ തുല്യപീതാംബരാധരം. ഹാരകിരീട കേയൂരാംഗതാംഗുലീയോരു രത്നാഞ്ചിത കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാധരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവകൃതിസ്തദം സർവേശ്വരം പരം സർവമന്ത്യം ശരണാഗതവത്സലം. ഹത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. സച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേരി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ ഇങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു. ജന്മാന്തരത്തിങ്കലും ഉള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോകും നിശ്ചയം. വൈരം വെടിഞ്ഞത് ഭക്തി സംയുക്തനായ ശ്രീരാമദേവനെ തന്നെ ഭജിക്കുന്നീ. ദേവം പരിപൂർണമേകം സദാ പ്രതിഭാവിതം ഭാവരൂപം പുരുഷംബരം നാമരൂപാധിഹീനം പുരാണാം ശിവം. രാമദേവം ഭജിച്ചിടും നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ കോപ സാമ്രാക്ഷനായി വാളുമായി തൽകളം ചേരിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിട് ഞാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ. കാലനേമീക്ഷണ രാജകൻ അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിട് ഞാൻ. മൂലം രാക്ഷസരാജ ദുഷ്ടാത്മജൻ മതീമതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിംഫലം. നിങ്ങളുടെ ശാസനം ഞാൻ
അതെന്നുടെ സൽഗതിക്കെന്നു ധരിച്ച നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായൻ മടിയാതെ എന്ന് പറഞ്ഞു ഹിമാദ്രി പാർശ്വഭൃശം ചെന്നിരുന്നാൽ മിനിവേഷമായി തൽക്ഷണേ കാണാവിതാശ്രമം മായാവിരചിതം നാനാ മുനിജന സേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുധനേനും ചിന്തിച്ചു നിന്നാൽ ഇവിടെ ഒരു ആശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ അകവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെന്മനോ വിഭ്രമമല്ലല്ലേ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാകരം രഘുപുങ്കവാനുഗ്രഹാൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമം അശ്രമം രംഭാവന സഖർജുരകേരാമദ്യ സമ്പൂർണമത്യച്ചതോയ ഭാവിയുധം രംഭാപന സഖർജുര കേരാം അദ്വി സമ്പൂർണമത്യച്ചതോയ ഭാവിയുധം കാലനേമിത്രയാമാചാരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനേനും ഇങ്ങനെ ചൊല്ലിനാൻ രാമഭൂതോഹ ഹനുമാനിനി മമ നാമം പവനജൻ അഞ്ജനാമംഗലൻ രാമകാര്യാർത്ഥമായ ശ്രീരാമുരാശിക്കു സാമോദമെന്നു പോകുന്നു തപോനിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നതു ദാഹം പുറാൻ കണ്ണീർ കുടിച്ചിടുവാൻ എന്നു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെന്നുമേ പാർക്കരുതെന്ന് മനോഗതം എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെന്നുമേ പാർക്കരുതെന്ന് മനോഗതം മാരുതി ചൊന്നത് കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമേൻ തീരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞെന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദീപദശാകണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ വാനരന്മാരും സുമിത്രാതനേനും മാനവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിന്റെ ഒരുമിച്ചു നിന്നിടിനാർ വിധമാകണ്ണി ഒന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ ഭാരം പെരുതുമേ ദാഹമതു കണ്ടു പോരാകമണ്ഡലു സംസ്കൃതമാങ്കലം വായുധനേനേവം ചെന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാഗ്രഹം ചെന്ന് കാട്ടിക്കൊടുക്കുന്നു ഭൂയോമുദാകാലനെന്നിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വ മമാധികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാനും നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നത് കേട്ട് വിശ്വാസേനമായിരുന്നു ചൊന്നാൻ അയച്ച വധുവിനോടും മുതാ കണ്ണുമടച്ചു വാവീതകം പ്രാപിച്ചു തണ്ണീർ കൊടുക്കാൻ തുടർന്നും ദശാന്തരെ വന്ന് ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നു കളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനെ നോക്കിനാൻ പത്രം പിളർന്നു കണ്ടോരും മകരിയ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ പദത്യത്ഭുതം ദിവ്യ വിമാനദേശെ കണ്ടിതം നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി പാദാത്മജിനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യം ഉണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കലീവര മുന്നവർ അപ്സരസ്ത്രീ ഞാനൊരു മുനി തന്നുട ശാപേന രാക്ഷസിയായതും ധന്യമാരീതിനെ നാമം മഹാമതേമാന്യനാം നീയൊന്നു ധരിക്കണം അത്ര പുണ്യാസമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേവി മഹാഫലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നതു താപസദേവഭൂദേവാദി ഹിംസകൻ ദുഷ്ടനെ ശീഘ്രം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശം അശേഷം ഒടുക്കുക ഞാൻ ഇനി ബ്രഹ്മലോകത്തിനു പോകുന്നു പാനരവീരാകുശലം ഭവിക്കതേ പോയാൾ ഇവണ്ണം പറഞ്ഞവൾ മായാവിയാൻ കാലഞ്ഞേലി കഞ്ഞന്തികെ ചെന്നാൻ അവനോട് ചൊന്നാൻ അനുസരണം പന്തിടുവാൻ ഇത്ര വൈകിയതെന്തോ കാലം നീ കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ
ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്ത ദക്ഷകനായി വന്നുകൂടും ഭവാൻ നിർണയം ദർശനയമുഷ്ടിയും ദൃഢാദൃഢതരം രക്ഷപ്രവരോത്തമാങ്കിയ കവിവരൻ ദർശനയമുഷ്ടിയും ദൃഢാദൃഢതരം രക്ഷപ്രവരോത്തമാങ്കിയ കവിവരൻ ഒന്നടിച്ചാനതുകൊണ്ട് അവനും തഥാ ചെന്ന് വീടിനാൻ രാജാലയം ദിവ്യൌഷധം ഫലം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസം ഋഷഭാദിയും കണ്ടിട്ട് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ച് പർവ്വതത്തെ പറിച്ച് ഏണാന്തലിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോട് രാഘവൻ മുമ്പിൽ ചിന്ത തീർത്തിടിനാൻ വൻപടച്ച നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി കൊണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റ് തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്നവണ്ണം തന്നെ ആക്കണേ എന്ന് തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിതെങ്ങനെ രാത്രിഞ്ചരാതലം കൊല്ലുന്നിതന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട് പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാന്തിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഹരി ഓം.